അതിരടി കണ്ടു. നല്ല വൈബ് പടം. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല അടിപൊളി പടം. നല്ല ത്രൂ ഔട്ട് ഒരു പ്രോപ്പർ എൻ്റർടൈനറാണ്. നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്നൊരു പടമാണ്. എവിടെ ഒരു ഡിപ്പൊന്നും ഇല്ല പടത്തിൽ. ഒരേ സ്റ്റേറ്റിൽ പടം തുടക്കം മുതൽ അവസാനം വരെ പട 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 എന്നാണ് ഈ സാധനം പോകുന്നത്. ഒരു പ്രോപ്പർ കോളേജ് വൈബ് തരുന്നൊരു പടമാണ്. ചെറിയൊരു പ്രിമൈസാണ് പടത്തിൽ. ഒരു കോളേജിലൊരു വലിയൊരു ഫെസ്റ്റ് നടത്തണം, ഒരു ഇവൻറ്റ് നടത്തണം. അതിനെ ചുറ്റി പറ്റിയിട്ടുള്ള കുറച്ച് കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ മെയിൻ പ്രിമൈസ്. സോ ഈ അതിരടി എന്ന് പേരും വെച്ചത് ഒരു ആക്ഷൻ പടം എന്നല്ല, അതിലുണ്ടാവുന്ന ആ ഒരു കോൺഫ്ലിക്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പടത്തിന് ഒരു പേരിട്ടതെന്ന് തോന്നുന്നു. സോ ഒരു ആക്ഷൻ പടം പ്രതീക്ഷിച്ച് പോകരുത്. പക്ഷേ നല്ല എൻഗേജിങ് ആയിട്ട് നല്ല ത്രൂ ഔട്ട് നല്ല പ്രോപ്പർ ഒരു കോളേജ് പടം. നമുക്ക് ഈ അടുത്ത് പടക്കളം, പ്രകമ്പനം എന്നൊക്കെ പറഞ്ഞ് ഇതേ കോളേജ് വൈബുള്ള കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ കോളേജ് വൈബ് കിട്ടിയത് ഈ ഒരു പടത്തിലാണ്. ടു ബി ഹോണസ്റ്റ്, ഇത് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ട്രെയിലർ പോലും എനിക്ക് അത്ര വലിയ കട്ടൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. സോ ഒരു സാധാരണ എല്ലാ വെള്ളിയാഴ്ച ഇറങ്ങുന്നൊരു മറ്റൊരു പടം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പടത്തിന് കയറിയത്. ദെൻ ഇപ്പോൾ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഹാഷർ ഉൾപ്പെടെയുള്ള എല്ലാവരും അവരൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ഈ ബേസിൽ ജോസഫും ദെൻ ഈ ടോവിനൊക്കെ അവരൊക്കെ കോളേജ് വൈബ് എന്നൊക്കെ പറയുമ്പോൾ അവർ അതിനോട് ആപ്റ്റ് ആവുമെന്നുള്ള ഒരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു പടത്തിന് കയറുന്നതിന് മുമ്പ്. പക്ഷേ ഫസ്റ്റ് ഷോട്ട് മുതൽ ബേസിൽ ജോസഫ് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്ത പോലെ കുറേ കാര്യങ്ങൾ മൂപ്പർ ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടി വെയിറ്റ് കുറച്ചുണ്ട്. അതൊക്കെ നല്ല എവിഡൻ്റ് ആയിട്ട് സിനിമയിൽ മൂപ്പർ സ്യൂട്ടബിളാണ്. കറക്റ്റായിട്ട് നമുക്കൊരു തോന്നില്ല നമുക്കൊരു ഓവർ ഏജ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അല്ല പ്രോപ്പർ ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ മൂപ്പർ കരിയറിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വളരെ യൂണീക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് മൂപ്പർ ചെയ്തിട്ടുള്ളത്. ടോവിനോട് ആയിക്കോട്ടെ നല്ല ഒരു ഗ്രേഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് മൂപ്പർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സോ വന്നു പോയിട്ടുള്ള എല്ലാവരും ഇതുപോലെ നമുക്ക് റിയാഷുവും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടുപരിച്ചുള്ള മറ്റ് കുറേ ഫേസസ് ഒക്കെ തന്നെ സിനിമയിലുണ്ട്. ദെൻ വിനീത് ശ്രീനിവാസൻ എല്ലാം ഞാൻ പറയുന്നില്ല, കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ക്യാരക്ടേഴ്സും ഉണ്ട്. അവരുടെ ക്യാമിയോസൊക്കെ ചെറിയൊരു കുഞ്ഞു ക്യാമിയോസൊക്കെ ഉണ്ട്. എല്ലാം ഒരു പ്രോപ്പർ ഫിറ്റിംഗ് ആയിട്ടുള്ള എല്ലാം കൊണ്ടും നല്ലൊരു പാക്കേജാണ്. ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ പോയിട്ട് ഞാൻ ക്രൗഡ് ഫില്ലായിട്ടുള്ളൊരു തിയേറ്ററിലാണ് കണ്ടത്. പ്രീമിയർ ഷോ ആണ് കണ്ടത്. ഒരു ഫുൾ വൈബായിരുന്നു, ഫുൾ ഓണായിരുന്നു പടം മുഴുവൻ. എൻ്റെ സിനിമ ഭയങ്കര ലൗഡാണ്. ത്രൂ ഔട്ട് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഇങ്ങനെ പറക്കുന്നുണ്ട് പടത്തിൽ. ഞാൻ ഈ പറയുന്ന പോലെ പാട്ടുകൾ വരുമ്പോഴായിക്കോട്ടെ, ഞാൻ പറഞ്ഞു പടത്തിൽ നിന്ന് വേർതിരിച്ച് നമുക്ക് പടത്തിന് അനാവശ്യമായിട്ടൊരു സാധനമില്ല. ഇതിനിടയിൽ ലവ് ട്രാക്ക് വന്ന് പോകുന്നുണ്ട്, ദെൻ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ വന്ന് പോകുന്നുണ്ട്. എല്ലാം തന്നെ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നു അല്ലാതെ നല്ല ബ്ലെൻഡായിട്ട് പോകുന്നു. ഞാൻ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇതിലെ ഡയലോഗ് എഴുതിയിട്ടുള്ള ആ ഒരു ഇതാണ് ഇപ്പോഴത്തെ കറൻറ്റ് ട്രെൻഡ് ഓഫ് ന്യൂജൻ ഓഡിയൻസിനെ പറ്റിയ രീതിയിൽ. എന്നാൽ വെറുതെ റെഫറൻസ് പോലെ വെറുതെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള കുറേ സാധനങ്ങൾക്ക് വെറുതെ വലിച്ചൊരു കുത്തിക്കയറ്റുള്ള പരിപാടിയല്ല, സിറ്റുവേഷണലായിട്ടുള്ള കുറേ സാധനങ്ങളും. അതുകൊണ്ട് തന്നെ ഹ്യൂമർ നന്നായിട്ട് സിനിമയിൽ വർക്കാവുന്നുണ്ട്. ത്രൂ ഔട്ട് സിനിമയിൽ അവട്ടൊക്കെ ആയിട്ട് ഈവൻ ചില ക്യാരക്ടേഴ്സൊക്കെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഹ്യൂമർ വർക്കൗട്ട് ആവുന്ന രീതിയിൽ കുറേ സാധനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ സിനിമയിൽ കുറേ സ്റ്റേജിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു കോളേജിനകത്തുള്ളൊരു ബസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഇമ്പോർട്ടൻസ് ചെറിയ റെഫറൻസൊക്കെ ഇനീഷ്യലി കൊടുത്ത് ദെൻ അതൊരു കഥയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തി അങ്ങനെ ത്രൂ ഔട്ട് ഫുൾ കഥയിൽ മാത്രമാണ് ഈ ഒരു പടം പോവുക. അനാവശ്യമായിട്ട് കഥയുടെ ആവശ്യമില്ലാത്ത ഒരു പരിപാടിയുമില്ല. ഒരു പ്രോപ്പർ ഇവൻറ്റ് അതിന് ബാക്കിൽ നടന്ന എങ്ങനെയായിരിക്കും പരിപാടി, അതാണ് ഈ സിനിമയിൽ മുഴുവനായിട്ട് കാണാൻ പറ്റുക. എല്ലാവർക്കും ധൈര്യമായിട്ട് വിശ്വസിച്ച് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടു. ഓക്കെ, എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായി. ഞാൻ അങ്ങനെ വർക്കാവുന്ന പടങ്ങൾ മാത്രമേ ഞാനിങ്ങനെ ടൈം എടുത്ത് ഞാൻ പറയാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഒറ്റ വാക്കിൽ ഞാൻ തീർക്കും. ഈ സിനിമ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇത്ര പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ വന്നിട്ടുള്ള ഒരു ക്യാമിയോ ഒക്കെ പൊളിയായിരുന്നു. പീക്ക് സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് ആ കാറിൻ്റെ മുതലാളി ആളുടെ അത് പൊളി. അത് അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോ ആയിരുന്നു. പൊളി സാധനം. അതെന്താണെന്ന് ഞാൻ റിവീൽ ചെയ്യുന്നത്. അത് ഇനി അറിയുന്നവരും ഈ ഇതിലെ ക്ലിപ്പുകളൊന്നും എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടരുത്. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബിൽ കുഞ്ഞു സാധനമാണ്. അത്ര വലിയ വേറെ ലെവൽ സംഭവമൊന്നുമല്ല. എന്നാലും ഒരു കഥയുടെ ആ ഒരു ഫ്ലോയിൽ അതിങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കര നല്ല രസമായിട്ട് സ്റ്റിച്ചായി പോകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടോട്ടൽ ഫൺ റൈഡ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി ഇപ്പോൾ അത് പോരാ ഇത് പോരാ അങ്ങനെയൊക്കെ പറയാമെന്ന് നോക്കാം. ആ പരിപാടിയൊന്നും ഒരു പടത്തിന് നല്ലൊരു ഫൺ വൈബിന് വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല കിടിലം പടമാണ്. തീർച്ചയായിട്ടും എല്ലാവരും മിസ്സാക്കാതെ കാണുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.